താങ്കൾ 5 മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ പത്തനംതിട്ട എൻ.ഡി.എ വിജയിക്കുമെന്ന് താങ്കൾക്ക് പറയാൻ പറ്റുമോ? താങ്കളുടെ ഒരു മണ്ഡലമാണ്, താങ്കൾ ജീവിക്കുന്ന ഒരു മണ്ഡലമാണ്. ഞാൻ ജീവിക്കുന്ന ഈ മണ്ഡലത്തിൽ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ രാഷ്ട്രീയം കൊണ്ട് നടന്നിട്ട് തന്നെ കാര്യം കാണിച്ചു തരാം. പക്ഷെ കഴിഞ്ഞ തവണ പി.സി. ജോർജിന്റെ പിന്തുണ കെ. സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. ശബരിമല വിഷയം ചാടിച്ചാടി പറയാൻ അങ്ങനെ വർത്താനം പറയും. അന്ന് ഈ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ ബി.ജെ.പി കാണാൻ പറ്റില്ല, തെറിയില്ലേ. ബി.ജെ.പിയുടെ പേര് പറഞ്ഞ ചാട്ടമായിരുന്നു. കാരണം ക്രിസ്ത്യാനിക്ക് ബോധമുണ്ടായി വന്ന പിന്നെ പതുക്കെയാണ്, അതാ പ്രശ്നം. പക്ഷേ ഇപ്പോഴും തൃശ്ശൂർ രൂപതയുടെ മുഖപത്രത്തിൽ എഴുതിയിരിക്കുന്നത് തൃശ്ശൂരിൽ വന്ന പ്രധാനമന്ത്രി മണിപ്പൂരിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയില്ല എന്നാണ് ഇന്നലെ വന്ന മുഖപ്രസംഗത്തിലും പറയുന്നത്, മുഖപത്രത്തിൽ വന്നിരിക്കുന്ന ലേഖനത്തിൽ പറയുന്നത്. ആ ലേഖനത്തെ അത് ഔദ്യോഗിക പത്രമല്ലെന്ന് ബിഷപ്പ് കഴിഞ്ഞ പ്രാവശ്യം ഒരു 2 മാസം മുമ്പ് പ്രസ്താവന ഇറക്കിയായിരുന്നല്ലോ. പിന്നെ അതിലൊന്നും കാര്യമില്ല. ബി.ജെ.പിയിലേക്ക് കാര്യമുണ്ടല്ലോ. മണിപ്പൂർ വിഷയം ബി.ജെ.പിയുടെ ഞാൻ ചോദിക്കണം. 100 വർഷമായിട്ട് എല്ലാ വർഷവും 10-100 ചാകുക, മൈതൈകളും കൊക്കികളും. അത് മോദി 10 കൊല്ലമല്ലേ ഉള്ളൂ. അതിന് മുമ്പ് പ്രധാനമന്ത്രി ആയിരുന്നവർക്ക് ഉത്തരവാദിത്വമില്ലേ? ജവഹർലാൽ നെഹ്റു ഉത്തരവാദിത്വമില്ലേ? അതിന് വന്ന ശാസ്ത്രിക്ക് ഉത്തരവാദിത്വമില്ലേ? അതിന് വന്ന ഇന്ദിരാജിക്ക് ഉത്തരവാദിത്വമില്ലേ? പിന്നെ വി.പി. സിംഗിന് ഉത്തരവാദിത്വമില്ലേ? കാരണം 100 വർഷമെങ്കിലായിട്ടുണ്ട് ഈ ആക്രമണം അങ്ങോട്ടും കൊലപാതകം. അത് ഒരു വംശീയ കലാപമാണ്. അതിനകത്ത് അങ്ങനെ തമാശ കളിക്കാനൊന്നും പറ്റുകയില്ല. അതിനെപ്പറ്റി ഒരു അഭിപ്രായം മോദി പറഞ്ഞില്ല എന്ന് എഴുതിയ പത്രത്തിന് വിവരമില്ല. എന്താണെന്നറിയോ? മോദി ഇവിടെ വന്ന് അതിൽ ഏതെങ്കിലും ഒരു ഭാഗത്തിന് അനുകൂലമായിട്ട് പറയാമെന്ന് പറഞ്ഞാൽ അതിന് ഇപ്പോഴത്തെ 100 ഇരട്ടി കലാപം വീണ്ടും ഉണ്ടാവും. ഒരു കാര്യമുണ്ട്, മിണ്ടാതിരുന്ന പ്രശ്നം സമാധാനമായി തീർക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുക. രണ്ടിടത്തോടും മിണ്ടാൻ പറ്റിയില്ല. രണ്ടും വംശീയ കലാപത്തിൻ്റെ മൂർത്തിയിൽ നിൽക്കുക. അവിടെ സൂക്ഷിച്ച് വർത്തമാനം പറയണ്ട.